വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപവും വിദ്യാഭ്യാസ പരിശീലനവും അതീവ പ്രാധാന്യമർഹിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ പിറവി. യൂറോപ്പിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചവരുടെ പട്ടികയിലേക്ക് നമുക്കൊരു പേരും കൂടി എഴുതി ചേർക്കാം. കേരളത്തിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറിയ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ പ്രകാശ് ജോസഫ്. വെൽക്കം സർ. താങ്ക് യു. ഭാവിയിലേക്കുള്ളൊരു പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു തയ്യാറെടുപ്പുകളാണ് നമ്മളുടെ നാളത്തെ ഭാവി തീരുമാനിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഇതാണ് എന്നുണ്ടെങ്കിൽ LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ലക്ഷ്യം എന്താണ്? ആദ്യമേ തന്നെ നമസ്കാരം. ഈ ഒരു ചോദ്യം തന്നെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം, യുണീക്കായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. LF ഗ്രൂപ്പ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം, വേൾഡ് വൈഡ് ഉള്ളൊരു എഡ്യൂക്കേഷൻ, യുണീക്കായിട്ടൊരു എഡ്യൂക്കേഷൻ, അതും നല്ലൊരു സിലബസ് അല്ല നല്ലൊരു കുരിക്കുലം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കുരിക്കുലം, കേംബ്രിഡ്ജിൻ്റെ ഇൻ്റർനാഷണൽ കുരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു യുണീക്കായിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇതിൻ്റെ പിറവി തന്നെ. LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷക്കാലത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീണ്ട 10 വർഷ യാത്രയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 10 വർഷത്തെ യാത്ര, ഈശ്വരാനുഗ്രഹം, അതുപോലെ കൂട്ടത്തിലുള്ളവരുടെ സപ്പോർട്ട്, അതാണ് മെയിനായിട്ട് നമ്മുടെ ആ ഒരു യാത്രയിലുണ്ടായിരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ ഒരു ദിവസം പോരാ. അതുണ്ട് ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഈ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേറൊരു രാജ്യം, വേറൊരു ഭാഷ, വേറൊരു നിയമം, വേറൊരു കറൻസി, പരിചയമില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒത്തിരി ചലഞ്ചസുകളുണ്ട്. പക്ഷേ നമ്മളതിനെ നമുക്ക് മുമ്പേ സഞ്ചരിച്ച ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ മാതൃകയാക്കാനും അല്ലെങ്കിൽ അവരുടെ നല്ല കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളും ഫോളോ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള എഫേർട്ടുകളും ചാലഞ്ചസും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹം, ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ തോന്നിയതിന്, രണ്ടാമത് പിന്നെ കൂടുതലുള്ളവരുടെ സപ്പോർട്ട്. അങ്ങനെയാണല്ലോ ഈ ഒരു കേംബ്രിഡ്ജ് കുരുകുലം എന്നുള്ളത് അതൊരു വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കുരുകുലമാണ്. അപ്പോൾ നമ്മൾ പറയുക, ഇപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള മൈഗ്രൻ്റ് ഫാമിലീസിന് ഒരു സപ്പോർട്ടാണ് ഏറ്റവും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകളേക്കഴിഞ്ഞും കൂടി പ്രത്യേകതകൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇൻ്റർനാഷണൽ കുരിക്കുലം വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു കുരിക്കുലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. അതിനെക്കഴിഞ്ഞും കൂടുതൽ ഇതെന്തുകൊണ്ട് ഇവിടെ എന്നുള്ളത്, യൂറോപ്പിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ ചിലവേറിയതാണ്. വളരെ ചിലവേറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല. ഒന്ന്, ഇംഗ്ലീഷ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അത്രമേ നമ്മുടെ മൈഗ്രൻസ് ആയിട്ടുള്ള ഫാമിലികൾക്ക് ശരിക്കും അവർക്കൊരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമാണ്. കാരണം യൂറോപ്പിലെ 28 രാജ്യങ്ങളിലും ഇംഗ്ലീഷിൽ അവരവരുടെ, ഫ്രാൻസിൽ ഫ്രഞ്ച്, ഇറ്റലിയിൽ ഇറ്റാലിയൻ, അതുപോലെ സ്പെയിനിൽ സ്പാനിഷ്, അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു കോമൺ വിദ്യാഭ്യാസ സമ്പ്രദായമാകുകയാണെങ്കിൽ മൈഗ്രൻസ് ആയിട്ട് ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഒരു ഉയർന്ന ജോലി, സംസ്കാരം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇനി ഇവിടം വിട്ട് പുറത്ത് പോകേണ്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകമെമ്പാടും ആവശ്യമായിക്കൊണ്ടിരിക്കുകയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അത് മൈഗ്രൻസിന് അഫോർഡബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാതലായ കാര്യം. ഭാവിയെ നേരിടാൻ നമ്മൾ ഓടണം, അല്ലെങ്കിൽ ഭാവി നമ്മളെ തളർത്തും. പറഞ്ഞിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനായ ആൻ്റണി ഡി ആഞ്ചലോ ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം നമ്മളുടെ ഒരു ഭാവി പ്രവേശനത്തിന് കാരണമാവാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? നമ്മുടെ അതൊരു
കറക്റ്റ് ചോദ്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം വെച്ചിട്ടല്ല ഭാവിയിൽ 80-90% കുട്ടികളും അവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. മാറ്റം വരുന്നതിന് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പം കാലഘട്ടം മാറി, പഴയൊരു കാലഘട്ടമല്ല. പുതിയ ടെക്നോളജികൾ, AI, അതുപോലുള്ള ഒത്തിരി ടെക്നോളജികൾ എഡ്യൂക്കേഷൻ മേഖലയിലും വന്നിട്ടുണ്ട്. അതുപോലെ ഓൺലൈനും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ സ്കൂളിനോടൊപ്പം തന്നെ പ്രാധാന്യം വരികയും ഭാവിയിൽ അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ സ്കൂളിൻ്റെ ഒരു പ്രാധാന്യം എന്നുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ഓൺലൈൻ സ്കൂള് ഫിസിക്കൽ സ്കൂൾ പോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ സ്കൂള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ഈ ബെനിഫിറ്റും ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഏരിയയിൽ യൂറോപ്പിൽ ഇപ്പോൾ റോമിൽ ഒരു സ്ഥലത്തേ ഉള്ളൂ. പക്ഷേ ഇറ്റലിയുടെ പല ഭാഗത്തുള്ള ആളുകൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റത്തില്ല. കാരണം അവർ എത്ര കിലോമീറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഓൺലൈൻ സ്കൂള് ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആക്സസ് ചെയ്യാം. ഒരു റെഗുലർ വിദ്യാഭ്യാസത്തിൻ്റെ ഇറ്റലിയിലാകുമ്പോൾ ഒരു റെഗുലർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓൺലൈൻ സ്കൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് അവർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിലബസിനോടൊപ്പം തന്നെ അതാണ് ഏറ്റവും. ഇപ്പോൾ പലരും പല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും. ഇപ്പം ഇറ്റാലിയൻ നാഷണൽ സിലബസ് പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ അവർക്ക് ആ സിലബസ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ആസ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് മോഡൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനുശേഷം അവർ യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ അവർക്ക് അതാത് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം. കാരണം അവർക്ക് റെഗുലർ സ്കൂളിങ്ങിൻ്റെ അതേ അനുഭവം ഓൺലൈൻ സ്കൂളിങ്ങിൽ നമ്മൾ കിട്ടുന്നുണ്ട്. ഇപ്പം യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ LF ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന് പറയുന്നത് ഇപ്പം LF ലിറ്റിൽ ഫ്ലവർ ഇൻ്റർനാഷണൽ സ്കൂൾ, അതുപോലെ ലിറ്റിൽ ഫ്ലവർ ജൂനിയർ സ്കൂൾ എന്ന് പറഞ്ഞൊരു പുതിയൊരു സിസ്റ്റർ സ്കൂളും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തെ പറ്റി ഒന്ന്. ദീർഘവീക്ഷണം എന്ന് പറയുമ്പോൾ റോമിൽ വളരെ വിശാലമായ ഏരിയയാണ്. ഒത്തിരി ആളുകൾ സ്പ്രെഡായിട്ട് താമസിക്കുന്ന ജൂനിയർ സ്കൂൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് യാത്ര ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടും പിന്നെ അതുപോലെ റിക്വസ്റ്റുകളുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേരൻസ് വരെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഞങ്ങളുടെ കുട്ടികൾക്കും കൂടി ചെയ്തുകൂടാന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ജൂനിയർ സ്കൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനപ്പുറത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു കരിയർ ഡെവലപ്മെൻറ്റ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്കൊരു കണ്ടിന്യൂവേഷൻ എപ്പോഴും വേണം. എന്താണ് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, സ്കിൽ പ്രൊഫൈലിംഗ് ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് തലത്തിലോട്ട് എത്തുമ്പം അവർ ഏതെങ്കിലും ഒരു സ്കില്ലിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം പിന്നെ ഇവിടെ യൂറോപ്പിലൊരു യൂണിവേഴ്സിറ്റി എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യവും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുകളുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിനെ കഴിഞ്ഞ് ഒരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഭാവിയിൽ എന്താണേലും നമ്മളത് ഇത് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കോളേജ് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. കുട്ടികൾ പഠിച്ച് ഇപ്പം A ലെവൽസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ഡിഗ്രി കോഴ്സുകൾക്ക്, അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാസ്റ്റർ കോഴ്സുകൾക്കൊക്കെ ഉള്ളൊരു അവസരങ്ങൾ കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പം ഇന്നിവിടെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സുകളും അതിൻ്റെ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നു. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു യാത്രയിലാണ് ശരിക്കും. അപ്പോൾ ആ യാത്ര കണ്ടിന്യൂ ചെയ്യണം നല്ലൊരു വിഷനോട് കൂടിയിട്ട്. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഒരുപക്ഷെ ഈ ഒരു യാത്രയിൽ അങ്ങേക്ക് കിട്ടാവുന്നൊരു ഏറ്റവും വലിയൊരു അവാർഡ് അല്ലേ, വെരി റീസെൻ്റ്ലി വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് നൽകിയ സംഭാവനയ്ക്ക് അങ്ങ് കിട്ടിയൊരു അവാർഡുണ്ട്. അപ്പം എന്ത് തോന്നുന്നു ആ ഒരു? തീർച്ചയായിട്ടും അവാർഡുകളും അതുപോലുള്ള പുരസ്കാരങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് നമുക്കൊരു പ്രചോദനവും അതിലേറെ ബാധ്യതയുമാണ്. കാരണം നമ്മൾ നടന്നുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുന്ന കാര്യങ്ങൾക്ക് തരുന്ന ഒരു അംഗീകാരം എന്നുള്ളതിന് അപ്പുറം ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് കൂടുതൽ ചെയ്യാൻ നമ്മൾ നിർബന്ധിതമാകും.
കാരണം നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ഇനിയും തെറ്റുകൂടാണ്ടും അതല്ലെങ്കിൽ അതിനെ കഴിഞ്ഞ് ഉയർന്ന ലെവലിൽ ചെയ്യാനുള്ളൊരു പ്രചോദനം. അത് ഒരു കണക്കിന് അനുഗ്രഹവും മറ്റൊരു കണക്കിന് നമുക്കതൊരു എന്താണ് അതിന് പറഞ്ഞത്, ഭാരം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണത്. ആ റെസ്പോൺസിബിലിറ്റി എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ഏറ്റെടുക്കും. അതെ, ഈ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ ട്രെൻഡുകൾ അത് എങ്ങനെയാണ് നമ്മളുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ ഒന്ന് നമ്മൾ ഇപ്പം നെറ്റ്വർക്ക് സ്കൂളിങ് ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെ നിന്ന് നമ്മുടെ സ്കൂളുകളുമായിട്ട് നെറ്റ്വർക്ക് സ്കൂളിങ്, ബ്രാഞ്ച് സ്കൂളിങ് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ തന്നെ ടെക്നോളജി അത്രയും ഡെവലപ്ഡായി. ഇപ്പോൾ AI എല്ലാം വന്ന് അതുപോലെ ഒത്തിരി ഉണ്ട്. എന്താണ് അതിന് പറയുന്നത്, വളരെയധികം ടെക്നോളജി, എല്ലാ ടെക്നോളജികളും നമ്മളൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റാവുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം, അതായത് സ്കില്ല്, ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് അവരുടെ പേരൻസ് നമ്മുടെ സ്കൂളിൽ അവരെ ഏൽപ്പിച്ചാൽ അവൻ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവൻ എന്തിലെങ്കിലും ഒരു സ്കിൽ, അവൻ്റെ കഴിവ് നമ്മൾ കണ്ടെത്തി അത് അവന് ഭാവിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം, അതിനുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ അത് പോകുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണേലും എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്യും. വരുന്ന 5 വർഷത്തിനുള്ളിൽ 2030 മുൻപ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകമെമ്പാടും മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക, ആ മാറ്റത്തിനൊപ്പം പുതിയ തലമുറയെയും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല. പക്ഷേ അതിലേക്ക് അവരെ പ്രാപ്തമാക്കി എടുക്കണം. എല്ലാ കാലം പോയതിന് ശേഷം നമുക്ക് അയ്യോ അന്ന് അത് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിലും എളുപ്പം നമ്മൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുക, അതിലേക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയോ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചോ അവരെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസമാണ് അത് എന്നും ഒരു ആവശ്യമുള്ള കാര്യമാണ്. ലൈഫ് ലോങ് ലേണിംഗ് എന്നാണല്ലോ നമ്മൾ പറയപ്പെടുന്നത്. ജീവിതത്തിൽ മരണം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു അതെല്ലാം പഠനത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അല്ലാണ്ട് ജോലി കിട്ടണം വരെ പഠിക്കുക, ജോലി കിട്ടിക്കഴിയുമ്പോൾ പഠനം എന്നുള്ളതല്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ദീർഘവീക്ഷണം ആളുകൾക്ക് കൊടുക്കാൻ പറ്റണം. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു കാതലായിട്ടുള്ള ഒരു മാറ്റം അത് നമ്മൾ ആവിഷ്കരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇത് പറയുന്ന ലേൺ ലവ് ലീഡ് എന്ന് പറയുന്ന പോലെ തന്നെ അതുകാർ പഠിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ നയിക്കാനും പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക. അതായത് ഒരു ജീവിക്കുന്ന തലമുറകളെ സൃഷ്ടിച്ച് എടുക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. One child, one teacher, one pen and one book can change the world. നോബൽ പ്രൈസ് ജേതാവായ മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. നമ്മളുടെ കുട്ടികൾ ഒരുപക്ഷെ നമ്മളുടെ പേരൻസിനേക്കാളും കൂടുതൽ ചെലവഴിക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റിന് നമ്മളുടെ ഫാക്കൽറ്റി എത്രത്തോളം പര്യാപ്തമാണ്? നമ്മൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം റെസ്ട്രിക്ഷൻസുകളുള്ള നാട്ടിലായിരുന്നു നമ്മൾ. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരു രാജ്യത്തിലായിരുന്നല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ടീച്ചിങ് സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു അതിന് വേണ്ടുന്നൊരു ഫാക്കൽറ്റി ആണെന്ന് അങ്ങനെയുള്ള ആളുകൾ വളരെ വരുന്നവരും കുറവായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കാലം കൊണ്ട് പതിയെ ആളുകളും അവരുടെ ചിന്തകളും ഒക്കെ മാറി കൂടുതൽ ആളുകൾ വരുന്നു. കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വേറെ രാജ്യങ്ങൾ തേടി പോകുന്ന പോലെ തന്നെ യൂറോപ്പിലോട്ടുമൊക്കെ വരുന്നു. അപ്പോൾ അവരിൽ നിന്നും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അവർക്ക് പിന്നെ ട്രെയിനിങ് ഉണ്ട്. പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ട്രെയിനിങ്ങുകളും കാലക്രമേണകൾ അവർക്കത് കിട്ടത്തക്ക രീതി നമ്മുടെ അടുത്തുള്ള ടീച്ചർമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റിക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി പുറത്തുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതല്ലാത്തവർക്ക് നമ്മൾ പുറത്തുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്താണേലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കാലഘട്ടം മാറി, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഫാക്കൽറ്റി തീർച്ചയായിട്ടും മാറിയേ പറ്റുള്ളൂ. എല്ലാം നൂതന ടെക്നോളജികൾ ഉപയോഗിക്കാൻ അവരും പ്രാപ്തരാണ്. കാരണം ടീച്ചറെ കഴിഞ്ഞും കൂടുതൽ അറിവുള്ള കുട്ടികളും അവർക്ക് പുറത്തുനിന്ന് അറിവ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നോളജ് ഇപ്പം ഒരു വലിയ ഘടകമല്ല. നോളജ് അവിടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നോളജ് കിട്ടും, അതുപോലെ. പക്ഷേ അതിനെ പ്രാക്ടിക്കൽ ബേസ്ഡ് എഡ്യൂക്കേഷനിലോട്ട് മാറ്റണം. അങ്ങനെയുള്ളപ്പോഴേ സ്കില്ല് വളരത്തുള്ളൂ. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം
ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് പോലും വിസ്മരിക്കപ്പെട്ടു പോകും. കാരണം ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ലാണ്ട് റോബോട്ടിക് ടീച്ചേഴ്സ് വന്നോ, അതുപോലെ കാര്യങ്ങൾ വരുമ്പം നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് അന്നേരം ഉത്തരം തരുക. ഉത്തരം കിട്ടിയോണ്ട് മാത്രമല്ല, കാരണം യൂറോപ്പിലെ ഏറ്റവും നല്ലൊരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, നമ്മുടെയൊക്കെ നാട്ടിൽ നോളജ് ബേസ്ഡ് വിദ്യാഭ്യാസത്തിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അറിവുണ്ടാവുക എന്നുള്ള, അതിനെ പ്രാക്ടിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ആ പ്രാക്ടിക്കൽ ബേസ്ഡ് ലേണിങ്ങിലോട്ട് നമ്മൾ ആ കുട്ടികളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കണം ഇനിയുള്ള. കാരണം യൂറോപ്പിലൊക്കെ പ്രാക്ടിക്കൽ ബേസ്ഡ് ഇതാണ്. നോളജ് ഓൾറെഡി അവരുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചൊരു അറിവുണ്ടായാൽ മതി. ഇതെങ്ങനെ ചെയ്യണം. നമുക്കിപ്പം എന്തോരം കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള കുട്ടികളൊക്കെ നാട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവിടെ വന്നു കഴിയുമ്പം അവർക്ക് അറിവുണ്ട്, പക്ഷേ അതിനെ പ്രാക്ടിക്കൽ ബേസ്ഡിലോട്ട് ആക്കാനുള്ളതിൽ ഒത്തിരി ആളുകൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ 80% ആളുകൾക്കും അതിലേക്ക് ഉള്ളൊരു എൻട്രി കിട്ടണില്ല. അപ്പം അതിനെയൊക്കെ മാറ്റണം. അത് മാറ്റി ആ ഒരു സിസ്റ്റം, അത് പെട്ടെന്ന് ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും പറ്റത്തില്ല. കാലക്രമേണ എല്ലാവരും കൂടി അതിന് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ വലിയ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അവർ ഓൾറെഡി രൂപീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനെ അഡാപ്റ്റ് ചെയ്യണം. അതല്ലാതെ നമ്മളത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ അത് അവർക്ക് അതിനുള്ള സാഹചര്യമുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മളതിലേക്ക് മാറാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് മാറ്റത്തിന് ഒത്തിരി വില കൊടുക്കേണ്ടി വരും. പക്ഷേ വൺ ടൈം മാറ്റം എപ്പോഴും ആവശ്യമാണ്. കാരണം കാലഘട്ടം മാറുന്നു, 4ാം ഇൻഡസ്ട്രിയൽ വിപ്ലവം വരുന്നു, വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് റെവല്യൂഷണറി മാറ്റങ്ങൾ ഒത്തിരി സംഭവിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾ ലോകം കൈയടക്കുന്ന കാലം, റോബോട്ടിക്സുകൾ കാര്യങ്ങൾ ചെയ്യുന്ന കാലമൊക്കെ വരുമ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും വിദ്യാഭ്യാസം പൂർത്തിയാകുകയില്ല. അല്ലെങ്കിൽ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറ്റം വന്നിട്ടാണ് ഇന്ന് കാണുന്ന ലോകം ഉണ്ടായത്. അപ്പോൾ അതിനെ കഴിഞ്ഞും വരുന്ന തലമുറയ്ക്ക് അതിനൊക്കെ ഫാസ്റ്റായിട്ട് 10 മടങ്ങ് ഫാസ്റ്റാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് വളർച്ച. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാലഘട്ടം അത്രയും ഫാസ്റ്റായിട്ട് മാറും. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം നമ്മൾ അത്രയും ഓടിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് പിന്തള്ളപ്പെട്ടു പോകും, അല്ലെങ്കിൽ തൊഴിലില്ലാത്തൊരു ജനസമൂഹത്തിനെ സൃഷ്ടിച്ച് വെക്കേണ്ടി വരും ഉറപ്പായിട്ടും. അത് ഭാവിയിൽ ഇപ്പം ഞാൻ പറഞ്ഞതല്ല, ഒത്തിരി ആർട്ടിക്കിളുകളും ഒത്തിരി വലിയ വലിയ ആളുകൾ പറയുന്നതാണ്. നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത യുവാക്കളും യുവതികളും ഉണ്ടാകുന്ന ഒരു നാടായിട്ട് ലോകമെമ്പാടും മാറും. കാരണം 40% ജോബ് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഇല്ലാണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അപ്പം ആ ഇല്ലാണ്ടാവുന്ന ജോബും പഠിച്ചിറങ്ങുന്നവർക്കും അതിനേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ കവർ ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഭാവിയിലേക്കുള്ള ഒരു വളർച്ചയ്ക്കുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ജനറേഷൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു ഘടകമായിട്ട് മാറുന്നത്. അതിലേക്ക് LF ഗ്രൂപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഇൻ്റർനാഷണൽ സ്കൂളിനും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് എപ്പോഴും ഒരു നല്ല കാര്യങ്ങളായിട്ട് വരുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതും ലോകത്തിലേക്ക് ഇറക്കുന്നതും സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് ആവാൻ വേണ്ടിയിട്ടാണ്. സക്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യാറ്. സോ ഹൗ ഡിഡ് യു ഡിഫൈൻ സക്സസ്? അത് ഇപ്പോൾ ജൂവൽ പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടേതായ സക്സസ് അവരാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയാൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തോ അതിനുശേഷം സമൂഹത്തിന് അതുകൊണ്ട് വരുത്തുന്ന മാറ്റങ്ങൾ എത്രത്തോളം സാമൂഹികമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഞാൻ കാണുന്ന എൻ്റെ സക്സസ്. എൻ്റെ മീൻസ് പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സക്സസ് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. മേ ബി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും വ്യത്യസ്തരില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമുക്ക് മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് വിലയിരുത്തപ്പെടേണ്ടത് നമ്മളുമല്ല. എൻ്റെ പിതാവ്, എൻ്റെ അപ്പച്ചൻ, എൻ്റെ അപ്പം പറഞ്ഞതുപോലെ, അതായത് നമുക്ക് ശേഷം അല്ലെങ്കിൽ ഞാൻ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അതാണ് ഒരു സക്സസ്. അതല്ലാതെ ഒരു സക്സസ് എനിക്ക്
അറിയത്തില്ല എന്താ പറയണ്ടതെന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഫിലോസഫിക്കൽ തിങ്കാണ് അല്ലെങ്കിൽ ചിന്തകളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതല്ലാതെ വേറൊരു സക്സസ്സിന് ഒരു ഡെഫിനീഷൻ എനിക്ക് പറയാനറിയില്ല. അതാണ് എൻ്റെ ഒരു ഡെഫിനേഷൻ, അതാണ്. നമ്മളുടെ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ആയുധമാണ് വിദ്യാഭ്യാസം. അതുപോലെ കുട്ടികളെ വളരെ എക്യുപ്ഡ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. വിദ്യാഭ്യാസമുള്ളൊരു തലമുറ ലോകത്തെ മാറ്റിമറിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു സോ മച്ച്.